മലയാളികളുടെ വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞിരുന്ന കാവ്യമാധവൻ. കാവ്യമാധവന് 40 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. മലയാളികൾക്ക് ഇത് വിശ്വസിക്കാനാവില്ല. ഇല്ല, കാരണം ഇപ്പോഴും അവരുടെ സൗന്ദര്യത്തെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തവണ ഒരു കുറിപ്പോട് കൂടിയാണ് കാവ്യമാധവൻ തൻ്റെ ബർത്ത്ഡേ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സമാധാനമായ ഒരു വർഷം കൂടി. അപ്പോൾ ഈ വർഷം സമാധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൾസർ സുനി ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം ഇനി മുന്നോട്ടുള്ള വർഷങ്ങൾ എങ്ങനെയായിരിക്കും കാവ്യമാധവന് എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ആശങ്കയോട് ചോദിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പിൻ്റെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ആ സമയത്തും അതീവ സുന്ദരിയായി ലക്ഷ്യയുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയുടെ സൽവാറൊക്കെ ധരിച്ച് ഒരു താമരപ്പൂ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ 18-കാരിയുടെ അതേ സൗന്ദര്യത്തോടെയാണ് കാവ്യമാധവൻ ഫോട്ടോഷൂട്ടിനായി നിൽക്കുന്നത്. ആ ഫോട്ടോ പുറത്തു വന്നത് വൈറലായിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയത് കാവ്യമാധവൻ ഒരു വാക്കൂടെ, അച്ഛന് പ്രാണവേദന, അമ്മയ്ക്ക് വീണവായന. അതെന്താ ഉദ്ദേശിച്ചത്? അല്ലാതെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചാണ് തന്നെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് കാവ്യമാധവന് 40 വയസ്സ്, വെണ്ണില, ചന്ദനക്കിണ്ണ, പുന്നമടക്കായ പെൺകുട്ടി, ആ പെൺകുട്ടിയായിട്ട് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് കാവ്യമാധവൻ കയറി വന്നത്. അവൾ വളർന്നു വരുന്തോറും മലയാളികൾക്ക് അവരുടെ സങ്കല്പത്തിലെ ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് ആ ഉണ്ടക്കണ്ണുകളും ആ ഇടതൂർന്ന മുടിയും എല്ലാം തലയിൽ വെച്ചത് ചന്ദനക്കുറി എല്ലാം മലയാളികളുടെ സങ്കല്പത്തിലെ ആ സമയത്ത് കുലസ്ത്രീ ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാവ്യമാധവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു കാവ്യയുടെ ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു, കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ചിത്രം ഒന്നുകൂടെ കാണുമ്പോൾ അപ്പോഴും കാവ്യ എന്ത് കൊച്ചുകുട്ടി എന്ന് തോന്നും. ആ രീതിയിലായിരുന്നു കാവ്യ ഇങ്ങനെ വളർന്ന് മലയാളികൾ കണ്ടു നിന്ന ഒരു വളർച്ചയാണ്. സിനിമയിലായാലും അങ്ങനെ തന്നെ വളരെ നല്ല രീതിയിൽ ശോഭിച്ച് തിളങ്ങി നിന്ന ആയിരുന്നു കാവ്യമാധവൻ. ഇപ്പോൾ കാവ്യമാധവൻ പറഞ്ഞിരിക്കുന്നു മനസമാധാനത്തോട്, അങ്ങനെയല്ലേ, മനസമാധാനത്തോടു കൂടി ഒരു വർഷം. അവർക്ക് അങ്ങനെ പറയാനുള്ളൊരു അവകാശം ഇല്ലേ ധന്യ? പലരും കാവ്യയുടെ ഇന്റർവ്യൂകളിലും കാവ്യയെക്കുറിച്ചുള്ള വാർത്തകളിലും എല്ലാം പലരും പ്രതികരിക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ളവർ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ അപഹരിച്ചു കൊണ്ടുപോയവൾ എന്ന രീതിയിൽ അങ്ങനെ പറയുന്നു. ഇതിനെയൊന്നും നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജു വാര്യർ ഒരിക്കൽ പോലും ഒരു വേദികളിൽ പോലും ഇവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരും അതുപോലെ, ഇവർ പരസ്പരം വ്യക്തി അധിക്ഷേപങ്ങൾ ഒരിക്കലും 3 പേരും തമ്മിലുണ്ടായിട്ടില്ല. അവർക്കുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അത് അവരുടെ സ്വകാര്യതയാണ്. സ്വകാര്യത നന്നായി മാനിക്കുന്നവരാണ് 3 പേരും. അപ്പോൾ ഈ പൊതുജനം എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇവരെ ചെളിവാരി എറിയുന്നത്? അല്ലേ, കുറേ ദിലീപ് ഫാൻസ് വന്ന് മഞ്ജു വാര്യരെ ചെളിവാരി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പേരിനെ അധിക്ഷേപിച്ച് കുറേ പേര് വരാറുണ്ട്. അതേപോലെ ദിലീപിനെ പേട്ടൻ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കാറുണ്ട്. കാവ്യമാധവനെ അതുപോലെ അധിക്ഷേപിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2ാം വിവാഹം കഴിക്കുന്നതും ഡൈവേഴ്സ് ആകുന്നതും ഒന്നും ഇവിടെ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് അവരുടെ സ്വകാര്യതകളെ മാനിക്കാനാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. കഴിക്കുന്നവരെല്ലാം വേറൊരു ഭർത്താവിന്റെ അല്ലെ വേറൊരു ഭാര്യയുടെ ഭർത്താവിനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. 2ാം വിവാഹിതരായവർ വേറൊരു 2ാം വിവാഹിതരായവരെ കല്യാണം കഴിക്കുമ്പോൾ അവരെല്ലാം നേരത്തെ അതൊക്കെ ഇപ്പോഴും അല്ല, എനിക്ക് തോന്നുന്നു കാവ്യമാധവൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടി എന്നാണ് കാവ്യ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രശ്നത്തോടെയാണ് ഈ ദിലീപിനെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് കാവ്യയുടെ ഒരു ഇമേജ് പോയത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കാവ്യക്കെതിരെ വലിയ ആക്രമണമുണ്ടായി. അപ്പോഴും നമ്മൾ പലപ്പോഴും മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്താണ് മഞ്ജു അനുഭവിച്ച വേദനകൾ, 14 വർഷം അവർ വീട്ടിൽ ഇരുന്നത്, അതൊക്കെ ഒരു വിഭാഗം. അതെ, ഒരു വിഭാഗം ആളുകൾ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യുന്നു, വേറൊരു വിഭാഗം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു, കാവ്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഈ പല വിധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഒന്നിനെയും നമുക്ക് മുഖവിലക്കെടുത്ത് ഇതാണ് പൊതുജന വികാരം എന്ന് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും ഈ ഒരു പോയിന്റാണ് മെയിൻ. അവരുടെ ഭാഗത്ത് ഇപ്പൊ കേസ് നടക്കുന്നുണ്ടല്ലോ, ദിലീപിന്റെ അതില് നിയമപരമായി ദിലീപ് കുറ്റക്കാരനാണ്, നിയമപരമായി ദിലീപിന് ശിക്ഷ കിട്ടുവാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിച്ചോട്ടെ, അത് വേറൊരു വശമാണ്. അതല്ലാതെ സ്വകാര്യതയെ ഹനിക്കാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, കാവ്യമാധവൻ വന്നതിന് ശേഷമാണ് ദിലീപിന്റെ തകർച്ച തുടങ്ങിയത്. മഞ്ജു വാര്യർ കൂടെയുള്ളപ്പോൾ ദിലീപിനെ വച്ചടി ഉയർച്ചയായിരുന്നു എന്നൊക്കെയായിരുന്നു പല രീതിയിലുള്ള. നമ്മുടെ വീഡിയോയ്ക്ക് നമ്മളെന്താ ഇത്രയും ഒരു പൊതുജന മുഖമുള്ള ആൾക്കാരല്ല, നമ്മൾ വാർത്താ വായനക്കാരാണ്, അത്രേ ഉള്ളൂ. എന്നാൽ മാധ്യമപ്രവർത്തകർ അതിന്റെ താഴെ പോലും വന്നിരുന്ന് പേഴ്സണലായിട്ട്
കമന്റ്സ് ഇടുന്ന ആൾക്കാരില്ലേ, നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ആദ്യമൊക്കെ ഹർട്ട് ചെയ്യും, ഇപ്പൊ നമ്മൾ ആരെങ്കിലും അത് മൈൻഡ് ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. പൊതുജനത്തിന്റെ അഭിപ്രായം ആ തുടക്കകാലത്തൊക്കെ എല്ലാവരും അവരെന്ത് പറയുന്നു, ഇവര് കമന്റിൽ എന്ത് വരുന്നു, മോശം പറയുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ട്. കുറേ നാൾ ഞാൻ ഈ മേഖലയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമന്റുകൾ കാണുമ്പോൾ എനിക്ക് തിരികെ വരാൻ പേടിയായിരുന്നു, ശരിക്കും ഭയമായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും രണ്ടു വശം ഉണ്ടാവും. അപ്പൊ ഈ ആൾക്കാരെല്ലാം നമ്മളെ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ പോലും ആ വാർത്തയോട് യോജിക്കാൻ കഴിയാത്തവരുണ്ടാവും, പക്ഷെ അവർ ഇത് ഒരു വാർത്ത വീഡിയോ ആണ്, അത് നമ്മൾ കണ്ട് അതിൽ അഭിപ്രായം മാന്യമായി നമുക്ക് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ വിയോജിപ്പാണെങ്കിൽ അത് നമുക്ക് സ്വയം അത് പറയാം, എനിക്കിതിനോട് യോജിപ്പില്ല. പക്ഷെ അതിന് പകരം എന്താണ് ചെയ്യുന്നത്? അവര് വളരെ മോശമായി കമന്റ് ഇടാറില്ലേ പലരും, പല സമയത്തും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലും വരുന്നത്. ഇപ്പൊ എല്ലാവരും മഞ്ജു വാര്യർ കാവ്യ എന്ന് പറയുമ്പോൾ അതൊരു വാർത്ത കൂടി അതിൻ്റെ അകത്ത് ആളുകൾ എടുക്കുന്നുണ്ട്, അത് റീച്ചിനാണ്. ഇപ്പൊ നമ്മൾ വാർത്ത എടുത്തത് അതിനല്ല, കാവ്യമാധവൻ ഇത്രയും സുന്ദരിയായിരിക്കുന്നു ഈ പ്രായത്തിലും. 40-ാം വയസ്സിലും കാവ്യയുടെ ആ ഒരു സൗന്ദര്യം ഒരിടവും പോയിട്ടില്ല. കൂടുതൽ അതെ, ആ ഒരു എനിക്ക് തോന്നുന്നു ആ കാവ്യയുടെ ഒരുപാട് സിനിമകളുണ്ടല്ലോ, നമുക്ക് കാവ്യ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്ന കുറെ സിനിമകളുണ്ട്. കാവ്യ അഭിനയിച്ച പൃഥ്വിരാജും കാവ്യയും തമ്മിലുള്ള അനന്തഭദ്ര സിനിമയിൽ ആ കണ്ണിലെ കണ്ണൊക്കെ വെച്ചിട്ട് കാണിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു കാവ്യ അഭിനയിച്ചിരുന്ന സമയത്ത് കാവ്യയുടെ അത്രയും ഭംഗിയുള്ള ഒരു നായിക ആ സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും നമ്മൾ ആരാധിച്ചിരുന്ന, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാവ്യ. കാവ്യക്ക് വേണ്ടി ഡബ് ചെയ്ത ശ്രീജയെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശരിയാ, കാവ്യക്ക് ഓർക്കുമ്പോൾ ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ശ്രീജയുടെ ശബ്ദമില്ലാതെ കാവ്യമാധവൻ എന്ന നടി പൂർത്തിയല്ല അല്ല. അപ്പോ ഞാൻ സൗന്ദര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോഴും ആ ഫോട്ടോഷൂട്ടിൽ അപ്പൊ പലരും പറയാം അതൊക്കെ മേക്കപ്പ്, എന്തോ ആയിക്കൊള്ളട്ടെ, മേക്കപ്പോ എന്തോ, മേക്കപ്പിനും ഒക്കെ ഒരു പരിധിയില്ലേ, ആ പരിധിക്ക് അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്രയും ഭംഗിയായി ആ വെള്ള ചുരിദാറിൽ ആ താമരപ്പൂ കയ്യിൽ പിടിച്ച് ആ നാണത്തോടു കൂടി ആ കാവ്യമാധവൻ നിൽക്കുമ്പോൾ ഒരു 5-6 വയസ്സായ മഹാലക്ഷ്മിയുടെ അമ്മ എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. ഇപ്പോഴും 18-19 വയസ്സുള്ള നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് കാവ്യ എന്ന് പറയാനാണ് നമുക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഈ സ്വാഭാവികമായും കേസുകൾ നടക്കുന്നത് കൊണ്ട്, പിന്നെ വിധി വരാനിരിക്കുന്നത് കൊണ്ട് കാവ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ദിലീപിനെ കുറിച്ച് കേസും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മനസമാധാനമായിരിക്കും അവർ ഉറങ്ങിയത്, മനസമാധാനമായിരിക്കും അവർ ജീവിച്ചത്. ഇപ്പൊ പൾസർ സുനി പുറത്തിറങ്ങുന്നു, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക കൂടിയായിരിക്കും. തീർച്ചയായിട്ടും എനിക്കും അത്തരത്തിലൊരു കാര്യം തന്നെ തോന്നുന്നു, വരാനിരിക്കുന്ന ഒരു ആശങ്ക തന്നെയാണ്. അതായത് 40-ാമത്തെ വയസ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി പൾസർ സുനി പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു ഭയമുണ്ടാവും, ഇത് കേസിനെ എങ്ങനെ ബാധിക്കും. ഇനി നവംബറിൽ ദിലീപിന്റെ അല്ലെ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയായി വിധി വരാനിരിക്കുന്നു. അപ്പോൾ നവംബറിൽ ഇനി താൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുമോ, 87 ദിവസം ദിലീപേട്ടൻ ജയിലിൽ കിടന്നതുപോലെ വീണ്ടും പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്ക. അവരൊരു ഭാര്യയാണ്, ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും സിനിമാ നടനപ്പുറം അല്ലെങ്കിൽ സിനിമാ നടിക്കപ്പുറം അവരൊരു ഭാര്യയാണ്. അവരെ ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്ക എന്തായാലും അവർക്കുണ്ടാകാതിരിക്കില്ല. വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് മകളെപ്പോലും ഇവിടെ നിർത്തണ്ട എന്ന് കരുതിക്കൊണ്ട് അവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയതാണ് കാവ്യമാധവൻ എന്ന വ്യക്തി. പക്ഷേ അവിടെ നിന്നൊക്കെ അവർ വലിയ രീതിയിൽ ഇപ്പോൾ മഞ്ജു വാര്യർ തിരിച്ചു വന്നതുപോലെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി അവർ സിനിമയിൽ അവരുടെ സ്ഥാനം തിരിച്ചു വന്നപ്പോൾ നേടിയെടുത്തു എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് കുറ്റം പറച്ചിലുകളൊക്കെ കേട്ട് ഒരുപാട് വിവാദങ്ങൾ, ആരോപണങ്ങൾ, ഒരുപാട് സാധാരണ ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയാത്തതിലുമേറെ അവർ കേട്ടിട്ടുള്ളപ്പോഴും അവർ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു. അവരുടെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. അതെ, അതാണ് തോന്നുന്നത്. എന്തായാലും കാവ്യയ്ക്ക് മീഡിയ മലയാളത്തിന്റെ ജന്മദിനാശംസകൾ.